ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന വീടിൻ്റെ പ്ലംബിംഗ് വർക്ക് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വച്ചിരിക്കുന്ന വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏസറിൻ്റെ ട്രിപ്പിൾ ലെയർ വാട്ടർ ടാങ്കാണ് വച്ചേക്കണത്. ഇതൊരു സ്റ്റാൻഡോട് ഒരു വരുന്ന ടാങ്കാണ്. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,500 രൂപയാണ് ഈ ടാങ്കിനും സ്റ്റാൻഡ് അടക്കം വരുന്ന പ്രൈസ്. അപ്പോൾ ഇത് നമുക്ക് റെഡിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. താഴത്ത് വാൽവുണ്ട്. സാധാരണ മറ്റ് ടാങ്കിൽ നിന്ന് അപേക്ഷിച്ച് വ്യത്യസ്തമായാണ് ഈ ടാങ്ക് വരുന്നത്. ഇത് ഏസർ കമ്പനിയുടെ ടാങ്കാണ്. അപ്പോൾ ഈ ടാങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വാട്ടർ സ്പൈറലായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് വാട്ടർ അപ്പോൾ ഇങ്ങനെ സ്പൈറലായിട്ട് വെള്ളം വരുന്നത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ കിണറ്റിലിരുന്ന വെള്ളത്തിലിരുന്ന മോട്ടറാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിരുന്ന പമ്പുകൾക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ വെള്ളം താഴത്തോട്ട് ഇറങ്ങി പോകുന്ന ഒരു പരിപാടിയുണ്ട് ഫുട് വാൽവ് വച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ ഫുട് വാൽവ് വച്ചാൽ കുഴപ്പമുണ്ടാവില്ല. ഫുട് വാൽവ് വച്ചിട്ടില്ലെങ്കിൽ താഴത്തോട്ട് വെള്ളം പോകും. അപ്പോൾ അതിന് പകരം നമ്മൾ അപ്പോൾ ഈ ടാങ്കിലുള്ള വെള്ളം നമ്മൾ മോട്ടർ ഓഫ് ചെയ്ത് നേരെ താഴ്ത്തിട്ട് പോകാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് നമ്മൾ നോൺ റിട്ടേൺ വാൽവും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ ചെയ്തൊരു വീട്ടിൽ നോൺ റിട്ടേൺ വയ്ക്കാഞ്ഞിട്ട് വെള്ളം പോയിക്കൊണ്ടിരുന്നിട്ടാണ് ഞാൻ പിന്നെ നോൺ റിട്ടേൺ വെച്ച് കൊടുത്തത്. അപ്പോൾ ഈ ഒരു വർക്ക് ഈ ഒരു 10-20 ദിവസത്തെ വർക്ക് ഉണ്ടായി, 22 ദിവസത്തെ വർക്ക് ഉണ്ടായി. ഇത് ഞാനും എൻ്റെ ബ്രദറും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്നത്. ഇത് അപ്പോൾ ഈ വർക്കൊക്കെ ഏതാണ്ട് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ